അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാടകം പറഞ്ഞു, അതിലെ ചില വർക്കുകളൊക്കെ ചെയ്തു. ഇപ്പോൾ നമുക്കൊരു നാടകത്തിൻ്റെ രൂപം, എങ്ങനെയാണ് നാടകം എഴുതേണ്ടത് എന്നുള്ള ഒരു രൂപം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അറബി ഗ്രാമർ സംബന്ധമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലിയായ കാര്യത്തെ നമുക്ക് ഇസ്മിയായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത്. ഉദാഹരണത്തിന്, ഉമ്മ ചോദിച്ചു, അവർ ദേഷ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ചോദിച്ചതെന്നുള്ള അതിനെ നമുക്ക് രണ്ട് ഉപയോഗത്തിൽ പറയാം. സഅലത്തിൽ ഉമ്മു വഹിയ തഗ്ളബു, ഉമ്മ ചോദിച്ചു, വഹിയ തഗ്ളബു, അവർ ദേഷ്യത്തിലായിരുന്നു, അവർ ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. മറ്റേതോ വേറൊന്ന്, സഅലത്തിൽ ഉമ്മു, ഉമ്മ ചോദിച്ചു, ഓദിബത്തൻ, ദേഷ്യപ്പെട്ടുകൊണ്ട് ഉമ്മ ചോദിച്ചു. നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ രണ്ടും ഒരുപോലെയാണെങ്കിലും രണ്ട് നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് ഫിഅലിയാണ്, വഹിയ തഗ്ളബു, അവർ ദേഷ്യപ്പെട്ടു എന്നുള്ള ഫിഅലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേതോ ഗാളിബത്തൻ, ദേഷ്യപ്പെട്ടവളായി എന്ന് പറഞ്ഞിട്ട് അത് ഇസ്മാണ്, ഗാളിബത്തൻ. മനസ്സിലായോ? അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് പെട്ടിക്കോളങ്ങൾ തന്നിട്ടുണ്ട്. നുഖാരിനു ബൈനൽ ഫിഖറത്തൈൻ ഇത്താലിയത്തൈൻ വിദിഖ വനുലാഹിദുൽ കലിമാത്തിൽ മുലവ്വന വനുതിരിക്കും. രണ്ട് പെട്ടിക്കോളത്തിൽ ചുവന്ന കളറിലും നീല കളറിലും എഴുതിയതുണ്ട്. അത് രണ്ട് തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാനാണ് പറയുന്നത്. നമുക്ക് ആദ്യം രണ്ട് പെട്ടിയും വായിക്കാം, എന്നിട്ട് അതിലുള്ള മാറ്റം പറയാം. വഖഫ ഫുആദും ബിജിവാരിൽ മാഇദ, ഫുആദ് നിന്നു ബിജിവാരിൽ മാഇദ. മാഇദ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിരിക്കുന്ന സുപ്രക്കാണ് ഇതിപ്പോൾ മാഇദ എന്ന് പറയാം. അപ്പം നമുക്കിവിടെ എന്താ പറയുക, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ടേബിളിൻ്റെ അടുത്ത് നിന്നു എന്ന് പറയാം. വഹുവ യശ്ഉറു ബിൽ ഹുസ്ൻ, അവൻ ദുഃഖിതനായി കാണുന്നുണ്ട്. ഫസഅലത്തിൽ ഉമ്മു, അപ്പോൾ ഉമ്മ ചോദിച്ചു, വഹിയ തഗ്ളബു, അവർ ദേഷ്യത്തിലാണ്. ലിമാദാ ലാ തഅകുലുൽ ഫതുർ യാ ഫുആദ്, എന്താ ഫുആദ് നീ ഭക്ഷണം കഴിക്കാത്ത? ഫഖാല ഫുആദ് പറഞ്ഞു, വഹുവ യബ്കി, അവൻ കരയുന്നുണ്ട്. ബത്നി യുലിമുനി, എൻ്റെ വയറ് വേദനിക്കുന്നു. ഫഖാലത്തിൽ ഉമ്മു, ഉമ്മ പറഞ്ഞു, വഹിയ തഖാഫു, അവർ പേടിച്ചിരുന്നു. നദ്ഹബു ലാന ഇലൽ മുസ്തശ്ഫ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഖാല ത്വബീബ് പറഞ്ഞു, ബഅദൽ ഫഹ്സി, പരിശോധനയ്ക്ക് ശേഷം. വഹുവ യളഹഖു, അദ്ദേഹം ചിരിക്കുന്നുണ്ട്. ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്, കുഴപ്പമില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചുവന്ന കളറിൽ എഴുതിയത് യശ്ഉറു ബിൽ ഹുസ്നി, എന്താ അർത്ഥം? അവൻ ദുഃഖിതനായി കാണുന്നുണ്ട്. വഹിയ തഗ്ളബു, അവർ ദേഷ്യപ്പെട്ടു. വഹുവ യബ്കി, അവൻ കരഞ്ഞു. വഹിയ തഖാഫു, അവർ പേടിച്ചു. വഹുവ യളഹഖു, അയാൾ ചിരിച്ചു. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അത് നമുക്ക് ഈ കളിയിലുള്ളത് കൂട്ടത്തിൽ വായിച്ച് നോക്കാം. വഖഫ ഫുആദ് ബിജിവാരിൽ മാഇദ ഹസീനൻ, വഖഫ ഫുആദ് ബിജിവാരിൽ മാഇദ, ടേബിളിൻ്റെ അടുത്ത് ഫുആദ് നിന്നു. ഹസീനൻ, ദുഃഖിതനായിട്ട്. വഹുവ ഹസീനൻ എന്നുള്ളത്, വഹുവ യഹ്സുനു എന്നുള്ളത് നമ്മൾ എന്താക്കി? യശ്ഉറു ബിൽ ഹുസ്നി എന്നുള്ളത് നമ്മൾ എന്താക്കി? ഹസീനൻ, ദുഃഖിതനായിട്ട് ചെറിയ വാക്കിലൊതുക്കി. മനസ്സിലായോ? ഫസഅലത്തിൽ ഉമ്മു ഗാളിബത്തൻ, ഉമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. അവിടെ നമ്മൾ നേരത്തെ ഫസഅലത്തിൽ ഉമ്മ ചോദിച്ചു, വഹിയ തഗ്ളബു, അവർ ദേഷ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അവിടെ ഗാളിബത്തൻ, ദേഷ്യപ്പെട്ടുകൊണ്ട്. ലിമാദാ ലാ തഅകുലുൽ ഫുതൂറ യാ ഫുആദ്, ഫഖാല ഫുആദ് ബാക്കിയൻ, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നോക്കൂ, വഹുവ യബ്കി, അവൻ കരഞ്ഞു എന്ന് പറഞ്ഞത്, അതിനെ നമ്മൾ ബാക്കിയൻ, കരഞ്ഞുകൊണ്ട്. അതല്ലേ ഒന്നുകൂടെ സുഖം. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഖായിഫത്തൻ, ബാക്കിയൻ എന്നൊക്കെ പറയുന്ന അതെന്താണ്? ഇസ്മിയായ ഇതായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഹാലായിട്ട് ഉപയോഗിക്കുക എന്ന് പറയും.
ബത്നി യുലിമുനി ഫഖാലത്തിൽ ഉമ്മു ഖായിഫത്തൻ ഉമ്മ പേടിച്ചുകൊണ്ട് പറഞ്ഞു നദ്ഹബുൽ ആനിലുൽ മുസ്തഷ്ഫ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഖാല തൊബീബു ബഅദൽ ഫഹസി ലാഹിക്കൻ ചിരിച്ചുകൊണ്ട്. അപ്പോൾ അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് അത് പറയാം. മനസ്സിലായോ? ഈ 2 അവസ്ഥകളാണ് പറയുന്നത്. രണ്ടിലും പറയുന്നത് ഡോക്ടറുടെ അപ്പോഴത്തെ അവസ്ഥ, ഉമ്മയുടെ അപ്പോഴത്തെ അവസ്ഥ, കുട്ടിയുടെ അപ്പോഴത്തെ അവസ്ഥ, അതാണ് പറയുന്നത്, ഹാലാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ഫിഅൽ ഉപയോഗിച്ച് കൊണ്ടുവന്നു, രണ്ടാമത്തേത് ഇസ്മായിട്ട് പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ അവസാനം രണ്ടാമത് പറഞ്ഞതാണ് എന്ത് ശരിയായ രൂപം. അതാണ് അറബി ഭാഷയുടെ ഭംഗി. നഖറഉൽ ജുമല താലിയ വനഹബുൽ കലിമാത്തുൽ മുലബനാത്ത് കമാഫിൽ മുസാൽ. ഇവിടെ താഴെ ഹാലായിട്ട് തന്നിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിനെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഅലിയായിട്ട് മാറ്റി എഴുതണം. റദ്ദുൽ വലദുൽ കിതാബ ലിസദീഖിഹി ഷാക്കിറൻ. റദ്ദൽ വലദു കുട്ടി തിരിച്ചു കൊടുത്തു, കിതാബ് ലിസദീഖി തൻ്റെ കൂട്ടുകാരന്, ഷാക്കിറൻ നന്ദിയുള്ളവനായിട്ട്, നന്ദി പറഞ്ഞുകൊണ്ട് എന്നുള്ള അർത്ഥം. റദ്ദൽ വലദുൽ കിതാബ വഹുവ യഷ്കുറു ലിസദീഖിഹി എന്നായി അവിടെ. ആ നീല കളറിൽ എഴുതിയതിനെ ഇവിടെ എഴുതുമ്പോൾ വഹുവ യഷ്കുറു ആയി. ഇതിൻ്റെ താഴെ ഇതാക്കുന്നു ജലസൽ വലദു ഫിസയ്യാറ നായിമൻ അജാബ ദാരിസു ഫിസ്സൊഫി ഫാഖിറൻ റജഅൽ വലദു മിനൽ മൽഅബി മാഷിയൻ ഹസല ദാരിസു അലൽ ജായിസത്തി ലാഹിക്കൻ. ഇതൊക്കെ കണ്ടെത്തി അതിൻ്റെ അതുപോലെ എഴുതിയിട്ട് അയക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.